ഹായ് ഫ്രണ്ട്സ്, 2025 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയാണ്. 2025 മാർച്ച് 28-ന് ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ മ്യാൻമർ, തായ്ലൻഡ് എന്നിവയാണ്. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കോവൻട്രി സിംബാബ്വേയുടെ നീന്തൽ താരമാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബാക്ക്. ലോക ജലദിനം മാർച്ച് 22. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വേദി തിരുവനന്തപുരമാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം അറിയപ്പെടുന്ന പേര് വർണ്ണപ്പകിട്ട് എന്നാണ്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക, ക്ലോസിംഗ് ദ എയർലി വാർമിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നാണ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസമായ വരുണയുടെ 2025-23 പതിപ്പിൻ്റെ വേദി അറബിക്കടലാണ്. അപ്പോൾ ആ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഓർത്ത് വെച്ചിരിക്കുക, വരുണ എന്നാണ്. അതിൻ്റെ വേദി അറബിക്കടലിൽ വെച്ചാണ് നടത്തുന്നത്. 2025 മാർച്ച് പുറത്തിറങ്ങിയ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 118ആണ്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. തുടർച്ചയായ 8-ാം വർഷവും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഫിൻലാൻഡാണ് ഒന്നാമതുള്ളത്. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് ജയിച്ചതിൻ്റെ 50 വർഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. പുസ്തകം എഴുതിയ ആളുകൾ കെ അറുമുഖവും എൻറോ ഡിക്രൂസും ചേർന്നാണ്. കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധന ഓപ്പറേഷൻ ഓയിൽ എന്നറിയപ്പെടുന്നു. ആദിവാസി വിഭാഗങ്ങൾക്ക്, അതായത് അട്ടപ്പാടിയിലുള്ള മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വന അമൃതം. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം ബ്ലൂ ഗോസ്റ്റ് പേടകം. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റാണ്. ടെക്സസ് ആസ്ഥാനമായുള്ള ഇൻറ്റൻറ്റീവ് മെഷീൻസിൻ്റെ ഓഡീസിയൻസ് ആണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡർ. കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പോൾ ആപ്പ്. കേരള പോലീസിൻ്റെ സേവനങ്ങൾ സംയോജിപ്പിച്ചുണ്ടാക്കിയ ആപ്ലിക്കേഷനാണ് പോൾ ആപ്പ്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് കെ പി രാമനുണ്ണി. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് കെ പി രാമനുണ്ണി. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പാമ്പൻ പാലമാണ്. 2025 മെയ്യിൽ പ്രവർത്തനം നടത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ്. 2025 മെയ്യിൽ പ്രവർത്തനം ഓൾറെഡി നിർത്തിക്കഴിഞ്ഞു. ഇത് മുമ്പുള്ള കറണ്ട് അഫയേഴ്സാണ്. ഓൾറെഡി നിർത്തിക്കഴിഞ്ഞു. സ്കൈപ്പ് പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യം പഞ്ച് എന്നറിയപ്പെടുന്നു. നാസയുടെ സൗരദൗത്യമാണ് പഞ്ച്. പോളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഫിലോസ്ഫിയർ എന്ന് പറയുന്നതാണ് ആ ഒരു പഞ്ച് എന്നതിൻ്റെ പൂർണ്ണരൂപം. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റിലാണ് പഞ്ച് വിക്ഷേപിക്കുക. ഫാൽക്കൺ 9 ബ്ലോക്ക് 5. ഓക്കെ. 2025 മാർച്ച് ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസം ബോംഗോ സാഗർ എന്നറിയപ്പെടുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ്. ഇന്ത്യക്ക് വേണ്ടി ഈ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന കപ്പലാണ് INS രൺവീർ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2024 ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച കൃതികൾ, അതായത് കഥ അല്ലെങ്കിൽ നോവൽ വിഭാഗത്തിൽ വിമീഷ് മണിയൂർ ഭൂതം, അതുപോലെ കവിത പ്രേമജ ഹരിഹരൻ പൂമാല എന്ന കവിതയ്ക്ക്, വൈജ്ഞാനികം പി പത്മകുമാർ പാഠം 1 ആരോഗ്യം. ശാസ്ത്രത്തിന് പ്രഭാവതി മേനോൻ ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ എന്നിവയ്ക്കാണ്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ നെത്തല്ലൂർ ഹരികൃഷ്ണൻ കുട്ടികളുടെ എഴുത്തച്ഛൻ. വിവർത്തനത്തിനത് ഡോക്ടർ സംഗീത ചേനം പുല്ലി വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ. നാടകം ഹാജിറ KM സാക്ഷി.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 286 ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകം സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19. സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ IQ എയറിൻ്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാം സ്ഥാനമാണ്. ലോകത്ത് ഏറ്റവും മലിനമായ രാജ്യം ചാഡ്, 2-ാമത്തേത് ബംഗ്ലാദേശ്, 3-ാമത്തേത് പാകിസ്ഥാൻ. ലോകത്ത് ഏറ്റവും മലിനമായ നഗരം ബെനിഹട്ട്, മേഘാലയ. ലോകത്തിലെ 2-ാമത്തെ നഗരമാണ് ന്യൂഡൽഹി, ഏറ്റവും മലിനമായിട്ടുള്ള. ഏറ്റവും മലിനമായ രാജ്യ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഫ്രാൻസാണ്. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ബാങ്ക് ആരംഭിച്ചത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2025 തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റംസാർ അവാർഡ് നേടിയത് ജയശ്രീ വെങ്കടേശ്വറാണ്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീം ഇന്ത്യ. 37ാമത് അഖിലേന്ത്യാ തപാൽ കായികമേളയിൽ ജേതാക്കൾ കേരളമാണ്. 2-ാം സ്ഥാനത്ത് കർണാടക, 3-ാം സ്ഥാനത്ത് ഒഡീഷ. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോണിൽ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് നേർവഴി പദ്ധതി. 30ാമത് COP30 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലാണ്. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. AI ഉപയോഗിച്ചിട്ട് ലഹരി വേട്ട നടത്തുന്നത്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് മാർക്ക് കാർണിയാണ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ-ഈജിപ്റ്റ് സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ. രാജസ്ഥാനിലാണ് നടക്കുന്നത്. 2025 മൗറീഷ്യസിൻ്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷൻ ബഹുമതിക്ക് അർഹനായത് നരേന്ദ്ര മോദിയാണ്. കേരളത്തിലെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപാലേൺ. സ്വന്തമായി ഉപഗ്രഹം എന്ന ആശയം ബജറ്റിൽ അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം. ബഹിരാകാശ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ച് അസം സാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിക്കാനാണ് അവർ ഒരുങ്ങുന്നത്. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15 2025 ലോക ഉപഭോക്തൃ ദിനത്തിലെ പ്രമേയം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം, എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസായ അനന്ത പ്രവർത്തനം ആരംഭിച്ചത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഗുരുഗ്രാം, ഹരിയാന. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂർ, വെള്ളാനിക്കരയാണ്. 2025 കേരള സയൻസ് കോൺഗ്രസ് പ്രമേയം ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തനം. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ബെയിലി. ഇലോൺ മസ്കിൻ്റെ XAI പുതിയതായി ഇറക്കുന്ന ചാറ്റ് ബോട്ട് ഗ്രോക്ക് 3, ഇത് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഗ്രോക്ക് 3 X എന്ന് പറയുന്നത് നമ്മുടെ പഴയ ട്വിറ്ററിനെ പുള്ളിക്കാരെ വാങ്ങി X എന്ന പേരിലാക്കി. അപ്പോൾ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. 2025 യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്നത് ബ്രിട്ടൻ. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദി സ്പെയിനാണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീം ഇന്ത്യയാണ്.
ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. 2025 ഉദ്ഘാടനം ചെയ്ത വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിൽ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട്, മലപ്പുറം ജില്ല. ഏറനാട്, മലപ്പുറം ജില്ലയ്ക്കാണ് ISO അംഗീകാരം ലഭിച്ചത്. ആന്തോറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനം മിസോറാമാണ്. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. മാധവ് മധ്യപ്രദേശ്. ഓക്കെ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ KV കുമാരനാണ്. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹത് സംഗമത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 100ാം വാർഷികമാണ്. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് തുറന്നത്? മധ്യപ്രദേശിലാണ്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ആൽഫ്രഡ് എന്നറിയപ്പെടുന്നു. പുകവലി വിരുദ്ധ ദിനം മാർച്ച് 12 ഇന്ത്യ കാർഗിൽ സംയുക്ത സൈനിക അഭ്യാസം ഖൻജാർ വേദി കിർഗിസ്ഥാനിലാണ്. അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും ഇനി വിളിക്കേണ്ട ഒറ്റ നമ്പറാണ് 112. എല്ലാ സേവനങ്ങൾക്കും ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതിയാവും. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് അഞ്ജു രതിറാണ. ഇന്ത്യയുടെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ദിയ സലായ്. അപ്പോൾ ഇന്ത്യയുടെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയ സലായ്. ഓക്കെ. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ വിദ്യാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യക്ക് 2025 15ാമത് വേദിയാകുന്നത് യഹലങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ, ബംഗളൂരു. KSRTC നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ, KSRTCക്കാണ് നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പറാണ് 149. KSRTCയുടെ ടോൾ ഫ്രീ നമ്പറാണ് 149. 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈന. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ് സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് തൃപ്രങ്ങോട്, മലപ്പുറം ജില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക രേഖപ്രകാരം 2025 ഫെബ്രുവരിയിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം പാലക്കാട് ജില്ലയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഇന്ത്യ. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാനൊരുങ്ങുന്ന ആരവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഹരിയാന. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാനൊരുങ്ങുന്ന ആര്യവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഹരിയാനയാണ്. അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2025 97ാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ, അമേരിക്ക. മികച്ച നടൻ ആൻഡ്രിയൻ ബ്രോഡി, ദ ബ്രൂട്ടലിസ്റ്റ്. ഓക്കെ. മികച്ച നടി മൈക്കി മാഡിസൺ, അനോറ. ഓക്കെ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ, അതും അനോറ എന്ന ചിത്രത്തിലാണ്. ലോക വന്യജീവി ദിനം മാർച്ച് 3. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങളിലും ഗൃഹത്തിലും നിക്ഷേപം. ഓക്കെ. 2025 ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2025 ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം വിദർഭ. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം വിദർഭ. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് വിദർഭയുടെ കിരീട നേട്ടം. വിദർഭയുടെ 3ാം രഞ്ജി കിരീടമാണിത്. ഓക്കെ. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നാണ്? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC എന്നിവയ്ക്കാണ് നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നതാണ്. ഓക്കെ.
കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലവിൽ വരുന്നത് മലമ്പുഴ പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൽകാന്ത പാണ്ഡെയാണ്. സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൽകാന്ത പാണ്ഡെ. ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ട് 2021 എത്ര വർഷമാണ് തികയുന്നത്? 100 വർഷമാണ് വൈക്കം സന്ദർശിച്ചിട്ട് തികയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി 1925 ഗാന്ധിജി വൈക്കത്ത് വന്നത്. 1925 മാർച്ചിലാണ് ഗാന്ധിജി വൈക്കത്ത് വന്നത്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിൻ്റെ വേദി റിയാദ്, സൗദി അറേബ്യ. മഹാകവി വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് അനിൽ വള്ളത്തോൾ. 2025 മാർച്ചിൽ US ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷാണ്. 2025 മാർച്ചിൽ US ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായി തിരഞ്ഞെടുത്തു. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമാണ്. FIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. FIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരണയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഠിപ്പു റുസി. ഓക്കെ. 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവ്വശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം നേടി വിമാനത്താവളം മോപ്പ വിമാനത്താവളം ഗോവയിലാണ്. മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിൻറ്റിംഗ് സാങ്കേതികത ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച ആദ്യ കമ്പനി ത്വസ്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിൻറ്റിംഗ് വെച്ചിട്ട് വില്ല നിർമ്മിച്ചു, ത്വസ്ത. മദ്രാസ് IIT രൂപം കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണിത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പട്ടികജാതി സമൂഹങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM അജയ്, പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജന എന്നറിയപ്പെടുന്നു. അസാമിലെ ജാഗിറോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം വെള്ളാനിക്കര കാർഷിക സർവകലാശാല. വിത്തില്ലാത്ത തണ്ണിമത്തൻ. ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി കറണ്ട് അഫയേഴ്സ് തൊട്ടടുത്ത വീഡിയോകളിലായി കാണാം. താങ്ക്